മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ വീടൊന്നിന് 20 ലക്ഷം ചെലവ് നിശ്ചയിച്ച് സർക്കാർ 7 സെന്റ് ഭൂമി വീതമുള്ള പ്ലോട്ടായി പുനഃക്രമീകരിക്കും. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലേതാണ് തീരുമാനം. വീട് മാറ്റി താമസിപ്പിക്കേണ്ടവരുടെ പ്രത്യേക ലിസ്റ്റും തയ്യാറാക്കും. ഉമേഷ് ബാലകൃഷ്ണൻ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഉമേഷ്, ഈ പുനരധിവാസ കാര്യത്തിൽ ഇപ്പോൾ മന്ത്രിസഭാ യോഗം എത്തിച്ചേർന്നിരിക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണ് ഉമേഷ്? മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നു കഴിഞ്ഞു. അത് പ്രധാനമായി എൽസ്റ്റോൺ എസ്റ്റേറ്റ് മാത്രമായി ഏറ്റെടുക്കാം ആദ്യഘട്ടത്തിൽ എന്നുള്ളതാണ്. അതായത് 430 ഗുണഭോക്താക്കളുടെ പട്ടിക മാത്രമേ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളൂ. അതിൽ തന്നെ 15 ലക്ഷം രൂപ വാങ്ങി സ്വന്തം നിലയിൽ പിരിഞ്ഞു പോകാൻ, ഈ പട്ടികയിൽ നിന്ന് മാറിപ്പോകാൻ തയ്യാറാകുന്നവരുടെ എണ്ണം കൂടി എടുത്തു കഴിഞ്ഞാൽ അത് ഇനിയും കുറയും. ആ സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിൽ എൽസ്റ്റോൺ എസ്റ്റേറ്റ് മാത്രം ഏറ്റെടുത്താൽ മതി. ഇവിടെ 7 സെന്റ് ഭൂമി ഒരു വീടിന് വേണ്ടി മാറ്റിവെക്കും. 7 സെന്റ് ഭൂമിയിൽ 20 ലക്ഷം രൂപയ്ക്കായിരിക്കും ഈ സ്പോൺസർഷിപ്പ്, ഒരു വീടിനുള്ള സ്പോൺസർഷിപ്പ് നിശ്ചയിക്കുക. അതുകൂടാതെ പിരിഞ്ഞു പോകുന്നവർക്കുള്ള 15 ലക്ഷം അതും നൽകും. ഇതോടൊപ്പം തന്നെ ഈ ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഗുണഭോക്താക്കൾക്കുള്ള റേഷൻ, അത് എല്ലാ മാസവും നൽകി വരുന്ന റേഷനൊപ്പം 1000 രൂപയുടെ സപ്ലൈക്കോയുടെ കൂപ്പൺ നൽകും. 300 രൂപ ഇപ്പോൾ നൽകുന്ന അലവൻസ് ഉണ്ട്, അതും നൽകും. അതുകൂടാതെ 2B ലിസ്റ്റ് തയ്യാറാക്കാനുള്ള നിർദ്ദേശവും നൽകി കഴിഞ്ഞു. അതിനനുസരിച്ച് അടുത്ത ഘട്ട ഗുണഭോക്താക്കളുടെ പട്ടിക തയ്യാറാക്കും. അതിനുവേണ്ടി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അതോടൊപ്പം മന്ത്രിസഭയിലെ മറ്റൊരു സുപ്രധാനമായ തീരുമാനം, ഈ നിലവിൽ SPC സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകാൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. അത് 4 വർഷമെങ്കിലും A+ ഗ്രേഡിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 5% വരെ റിസർവേഷൻ നൽകാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഉന്മേഷ്, ഈ സർക്കാരിന് മെല്ലപ്പോക്ക് എന്നുള്ള ആക്ഷേപമടക്കം ഉണ്ടല്ലോ ഉമേഷ്. ഇപ്പോൾ UDFന്റെ ഉപവാസ സമരമൊക്കെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിൽ ഈ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ തീരുമാനങ്ങളുണ്ടോ മന്ത്രിസഭാ യോഗത്തിൽ ഉമേഷ്? പുനരധിവാസത്തിൽ ഏറ്റവും സുപ്രധാനമായ തീരുമാനം ഇത് തന്നെയാണ്. 20 ലക്ഷം രൂപ ആയി ഒരു വീടിന് നിശ്ചയിച്ചു എന്നുള്ളതാണ്. അതുകൂടാതെ മെല്ലപ്പേക്ക് സംബന്ധിച്ചുള്ള വലിയ വിമർശനങ്ങളുണ്ടായിരുന്നു. അതിൽ അടിയന്തരമായ തീരുമാനം ഇപ്പോൾ സർക്കാർ എന്തായാലും കൈക്കൊണ്ടു. അതുകൂടാതെ ആദ്യഘട്ടത്തിൽ എൽസ്റ്റോൺ എസ്റ്റേറ്റ് മാത്രം ഏറ്റെടുക്കുന്നതിനെതിരെയും വിമർശനമുണ്ടായിരുന്നു. എന്തായാലും സർക്കാർ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതേസമയം 5 സെന്റ് ഭൂമി മാത്രം നൽകിയാൽ മതി എന്നുള്ളൊരു ആലോചന ആദ്യഘട്ടത്തിൽ സർക്കാർ തീരുമാനിച്ചിരുന്നു. എന്നാൽ അത് ഇപ്പോൾ 7 ആക്കി ഉയർത്തിയിട്ടുണ്ട്. അത് ഗുണഭോക്താക്കൾക്ക്, ദുരന്തബാധിതർക്ക് ചെറിയ രീതിയിൽ ആശ്വാസം നൽകുന്നതാണ്. പക്ഷേ അവർ നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ ഒരു കൃഷിയിടം അല്ലെങ്കിൽ ഈ 5 സെന്റോ 7 സെന്റോ മാത്രം പോരാ എന്നുള്ള ആവശ്യമെല്ലാം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണമായി അംഗീകരിക്കാൻ ഇപ്പോൾ മന്ത്രിസഭാ യോഗം തയ്യാറായിട്ടില്ല. എങ്കിലും ഈ പറഞ്ഞതുപോലെ 7 സെന്റ് ഭൂമി എന്നുള്ളത് ആശ്വാസം നൽകുന്ന തീരുമാനം തന്നെയാണ്. എന്നാൽ 20 ലക്ഷം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക്, ഒരു വീടിന് നേരത്തെ 25 തീരുമാനിച്ചിരുന്നത്, അത് 20 ആക്കി കുറച്ചത് അതൊരു കുറവ് തന്നെയാണ്. എങ്കിലും ഈ പറഞ്ഞതുപോലെ 7 സെന്റ് ഭൂമി എൽസ്റ്റൺ എസ്റ്റേറ്റ് മാത്രമായി ഏറ്റെടുക്കാനുള്ള തീരുമാനം, അവയെല്ലാം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ വിമർശനത്തിന് ഇടയാക്കാൻ സാധ്യതയുണ്ട്. ഉമേഷ് ബാലകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. ചില പ്രേക്ഷക പ്രതികരണങ്ങൾ വരുന്നുണ്ട്. വിളിച്ചാൽ കിട്ടുന്ന വല്ല നമ്പർ തരിക എന്നാണ്. നമ്മളൊരു നമ്പർ നൽകാറുണ്ട്. മൊയ്തീൻ പറയുന്നത്, മൊയ്തീൻ നമ്മൾ പറഞ്ഞ നമ്പറിൽ വിളിച്ചാൽ കിട്ടുന്ന നമ്പറാണ്. പ്രേക്ഷകർ അതിൽ വിളിക്കാറുള്ളതാണ്, വാർത്തകൾ അറിയിക്കാറുള്ളതാണ്, ജനകീയ വിഷയങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാറുള്ളതാണ്. ആ നമ്പറിൽ താങ്കൾക്ക് വിളിച്ചാൽ നമ്മളെ കിട്ടുന്നതാണ്.